ഹലോ എവ്രി വൺ, വെൽക്കം ടു എഡ്യൂഗാർനെറ്റ്. എഡ്യൂഗാർനെറ്റിന്റെ വീക്ക്ലി കറണ്ട് അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ബാങ്കിങ് കറണ്ട് അഫയർ ആണ്. നമ്മളുടെ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിൽ പുതിയതായിട്ട് അംഗമായ രാജ്യം അൾജീരിയ ആണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം 2015 ഈ ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് നിലവിൽ വരുന്നത്. ബ്രിക്സ് അംഗരാജ്യങ്ങൾക്ക് വേണ്ടിയാണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് നിലവിൽ വന്നത്. അതിൽ പുതിയ അംഗമായിട്ടാണ് നമ്മളുടെ അൾജീരിയ എന്ന് പറയുന്ന രാജ്യം വരുന്നത്. നമുക്കറിയാം, ഏതൊരു രാജ്യത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിലും നമ്മൾ ആ രാജ്യത്തിൻ്റെ കറൻസി, ആ രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ കൃത്യമായി പഠിച്ചു വെക്കണം. അൾജീരിയയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അൾജീരിയസ് ആണ്. ഇനി അൾജീരിയയുടെ കറൻസി എന്ന് പറയുന്നത് അൾജീരിയൻ ദിനാറാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിൻ്റെ MD എന്ന് പറയുന്നത് ദിൽമ റൂസഫ് ആണ്. നമുക്കറിയാവുന്ന ഒരു വ്യക്തിത്വമാണ് ഈ ദിൽമ റൂസഫ് എന്ന് പറയുന്നത്. അതായത് ബ്രസീലിൻ്റെ മുൻ പ്രസിഡന്റ് കൂടിയായിരുന്നു ദിൽമ റൂസഫ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ബ്രിക്സ് അംഗരാജ്യങ്ങൾക്ക് വേണ്ടി 2015 ഈ ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് സ്റ്റാർട്ട് ചെയ്തത്. ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് നമ്മളുടെ ചൈനയിലെ ഷാങ്കായിലാണ്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ദക്ഷിണ ഇന്ത്യൻ സ്റ്റേറ്റായ കർണാടകയുടെ ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ്റെ അംബാസിഡറായിട്ട് ഇന്ത്യയുടെ മുൻ ക്രിക്കറ്റ് താരമായ അനിൽ കുംബ്ലെ അപ്പോയിൻറ്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഈ ഫോറസ്റ്റ് എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അതായത് ഇന്ത്യയിൽ നിയമം നിർമ്മിക്കുന്നത്, ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് ലോ മേക്കിംഗ് ബോഡി എന്ന് പറയുന്നത് ഇന്ത്യയുടെ പാർലമെൻറ്റാണ്. ഇനി എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കും നിയമം നിർമ്മിക്കാനായിട്ട് സ്റ്റേറ്റ് അസംബ്ലികളുമുണ്ട്. പ്രധാനമായിട്ടും ഇന്ത്യയുടെ ഭരണഘടനയിൽ ഷെഡ്യൂൾ 7 പ്രകാരം ലിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്. സ്ഥിരമായി എക്സാമ്പിൾക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ലിസ്റ്റുകൾ ഏത് ഷെഡ്യൂൾ പ്രകാരമാണ് എന്നുള്ളത്. ലിസ്റ്റിൻ്റെ ആദ്യ അക്ഷരമായ L തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും 7ാമത്തെ ഷെഡ്യൂളാണ് ലിസ്റ്റുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. ഈ യൂണിയൻ ലിസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രം നിയമം നിർമ്മിക്കാൻ സാധിക്കുന്ന ഒന്നാണ് യൂണിയൻ ലിസ്റ്റിൽ കിടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നത് യൂണിയൻ ലിസ്റ്റിലാണ് എന്നുള്ളത്. അതായത് ഡിഫൻസ് എന്ന് പറയുന്ന ടോപ്പിക്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ അഫയേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്. നമുക്കറിയാം, കേരളത്തിന് ഡിഫൻസ് ഇല്ല, ഇന്ത്യക്കാണ് ഡിഫൻസ്. സോ യൂണിയൻ ലിസ്റ്റിന് അണ്ടറിലായിരിക്കും ഡിഫൻസ് വരുന്നത്, അല്ലെങ്കിൽ വിദേശ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഇന്ത്യ ഗവൺമെൻറ് ആണ്. സോ യൂണിയൻ ലിസ്റ്റിന് അണ്ടറിലാണ് ഇത് വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് എളുപ്പത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇനി സ്റ്റേറ്റ് ലിസ്റ്റുകളിൽ പെടുന്ന കാര്യങ്ങൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളാണ് നിയമം നിർമ്മിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. നമുക്കറിയാം, നമ്മളുടെ ആഭ്യന്തരമായ കാര്യം അല്ലെങ്കിൽ കേരള പോലീസ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് എളുപ്പത്തിൽ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും പോലീസ് ഒരു സ്റ്റേറ്റ് ലിസ്റ്റ് അണ്ടറിൽ വരുന്ന കാര്യമാണ് എന്നുള്ളത്. ഇനി നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യം അതൊരു കൺകറന്റ് ലിസ്റ്റാണ്. മാരേജ്, ഡിവോഴ്സ്, ദെൻ നമ്മളുടെ കോസ്റ്റ് കൺട്രോൾ എന്നൊക്കെ പറയുന്നത് കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന ഒന്നാണ്. ഫോറസ്റ്റ് സ്ഥിരമായി എക്സാമിലേക്ക് ചോദിക്കുന്ന ഒരു പാറ്റേൺ ആണ്. എക്സാമിൽ ചോദിക്കുന്നത് ഇങ്ങനെയാണ്: ഫോറസ്റ്റ് കംസ് അണ്ടർ വിച്ച് ലിസ്റ്റ് ആൻഡ് ദേ മേ ഗീവ് ഓപ്ഷൻസ് ലൈക്ക് സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ്. സോ യു വാണ്ട് ഐഡൻറ്റിഫൈ ദാറ്റ് ഇറ്റ് ഈസ് ഫ്രം കൺകറന്റ് ലിസ്റ്റ് എന്നുള്ളത്. നമുക്കറിയാം, കർണാടക സ്റ്റേറ്റിൻ്റെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് സിദ്ധാരാമയ്യാണ്. കർണാടകയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബംഗളൂരു ആണ്. കർണാടകയുടെ ഗവർണർ എന്ന് പറയുന്നത് തവാർചന്ദ് ഗെഹ്ലോട്ട് ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസ് 2025 കുറിച്ചാണ്. കഴിഞ്ഞ കറണ്ട് അഫയർ സെഷനിൽ നമ്മൾ ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസ് എവിടെയാണ് വെന്യൂ എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് നമ്മൾ സ്പോർട്സ് ഇവൻറ്റിൻ്റെ കാര്യം പഠിക്കുമ്പോൾ എല്ലായ്പ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എവിടെ വെച്ചാണ് ആ ഇവൻ്റ് നടന്നത്, ആരാണ് ആ ഇവൻറ്റിൽ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ എത്തിയത് എന്നൊക്കെയുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് ഇന്ത്യയിലെ യൂണിയൻ ടെറിട്ടറിയായ ദാമൻ ദാദ്ര നാഗർ ഹവേലി ഡ്യൂ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് നമ്മളുടെ ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസ് 2025 നടക്കുന്നത് എന്നുള്ളതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത്തവണ അതിൻ്റെ ടേബിൾ പട്ടികകൾ വന്നിട്ടുണ്ട്. 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ആയ മണിപ്പൂരാണ്. മണിപ്പൂരിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇംഫാലാണ്. അതായത് നമ്മളോട് സ്ഥിരമായി ക്യാപിറ്റലുകൾ ചോദിക്കുന്നത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ നിന്നായിരിക്കും. അതായത് ഇപ്പോൾ കേരളം, തമിഴ്നാട്, കർണാടകയൊക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുകൊണ്ട് സ്ഥിരമായി എക്സാമുകൾക്ക് ചോദിച്ച് കണ്ടിട്ടുള്ളത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ നിന്നും സിസ്റ്റർ സ്റ്റേറ്റുകളിൽ നിന്നുമെല്ലാമാണ്.
അതായത് നമ്മളുടെ മണിപ്പൂരിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇംഫാലാണ്. നമുക്കത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. മണിനാദം ഇമ്പമുള്ളതാണ് എന്ന് ഓർത്ത് വെച്ചാൽ തന്നിരിക്കുന്ന ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് മണിപ്പൂരിൻ്റെ ക്യാപിറ്റൽ ഇംഫാലാണ് എന്നുള്ള കാര്യം നമുക്ക് ഓർത്തിരിക്കാൻ സാധിക്കും. സെക്കൻഡ് പൊസിഷനിൽ എത്തിയിരിക്കുന്നത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര ക്യാപിറ്റൽ നമ്മൾ എല്ലാ കറണ്ട് അഫയർ സെഷനിലും ഡിസ്കസ് ചെയ്യുന്നതാണ്. കാരണം എന്ന് പറയുന്നത് മഹാരാഷ്ട്ര ക്യാപിറ്റൽ മുംബൈയാണ്. നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് മുംബൈയാണ് എന്നുള്ള കാര്യമെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മഹാരാഷ്ട്രയുടെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് ദേവേന്ദ്ര ഫട്നാവിസ് ആണ്. മണിപ്പൂരിന് നിലവിലെ സാഹചര്യത്തിൽ ചീഫ് മിനിസ്റ്റർ ഇല്ല, കാരണം മണിപ്പൂരിന്റെ ചീഫ് മിനിസ്റ്ററിനെ റിസൈൻ ചെയ്തിരുന്നു. മൂന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് നാഗാലാൻഡാണ്. നാഗാലാൻഡിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കൊഹിമയാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു വാർത്തയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് നമ്മളുടെ രാജ്യം ഇന്ത്യ എത്തി എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 4ാം സ്ഥാനത്തുണ്ടായിരുന്ന ജപ്പാനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ സാമ്പത്തിക ശക്തിയായത്. ആദ്യത്തെ സാമ്പത്തിക ശക്തി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് വാഷിംഗ്ടൺ ആണ്. USA പ്രസിഡന്റ് എന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപ് ആണ്. സെക്കൻഡ് പൊസിഷനിൽ എത്തിയിരിക്കുന്നത് ഏഷ്യയിലെ ഏറ്റവും ശക്തമായ രാജ്യമായ ഇന്ത്യയുടെ അയൽ രാജ്യമായ ചൈനയാണ്. ചൈനയുടെ ക്യാപിറ്റൽ ബെയ്ജിംഗ് ആണ്. സിറ്റി ഓഫ് സൈക്കിൾസ് എന്നറിയപ്പെടുന്നത് ബെയ്ജിംഗ് ആണ്. ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിങ് പിങ് ആണ്. 3ാം സ്ഥാനത്ത് ജർമ്മനിയാണ്. ജർമ്മനിയുടെ ക്യാപിറ്റൽ ബെർലിൻ ആണ്. ജർമ്മനിയുടെ ചാൻസലർ ഫെഡറിക് മേഴ്സ് ആണ്. 4ാം സ്ഥാനത്ത് നമ്മളുടെ ഇന്ത്യയാണ്. ഇന്ത്യയുടെ ക്യാപിറ്റൽ എല്ലാവർക്കും അറിയാവുന്നതാണ്, ഡൽഹിയാണ്. ഇന്ത്യയുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമുവും ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര ദാമോദർ ദാസ് മോഡിയുമാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പോർട്സിൽ നിന്നുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. ഫുട്ബോളിൽ നിന്നുള്ള യൂറോപ്യൻ ഗോൾഡൻ ബൂട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയർസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 2024-25 യൂറോപ്യൻ ഗോൾഡൻ ബൂട്ട് ലഭിച്ചിരിക്കുന്നത് നമ്മളുടെ ഫ്രഞ്ച് താരമായ കിലിയൻ എംബാപ്പയ്ക്കാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാലസ്തീനെ കുറിച്ചാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, നമുക്കറിയാം WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ജനീവയാണ്. ഈ അടുത്ത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ പതാക ഉയർത്താനുള്ള അവകാശം പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന് ലഭിച്ചു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം WHO ഫോം ചെയ്യുന്നത് 1948 ഏപ്രിൽ 7 നമ്മൾ ഡേറ്റ്സ് ആൻഡ് ഡേ എന്ന് പറയുന്ന പാറ്റേണിൽ സ്ഥിരമായി പഠിക്കുന്ന ഒരു ഡേ ആണ് ഈ ഏപ്രിൽ 7 എന്ന് പറയുന്നത്. അതായത് 1948 ഏപ്രിൽ 7 WHO ഫോം ചെയ്തത് കൊണ്ട് വേൾഡ് ഹെൽത്ത് ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് ഏപ്രിൽ 7 എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയർസ് ആണ്. നമുക്കറിയാം ലാസ്റ്റ് സെഷനുകളിൽ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഡിസ്കസ് ചെയ്തതാണ്. എന്നാൽ ഇത്തവണ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ലോഗോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ലോഗോ രൂപകൽപ്പന ചെയ്തത് ഇന്ത്യയിലെ 2 മിടുക്കന്മാരായ സൈനികരാണ്. ലഫ്റ്റനന്റ് കേണൽ ഹർഷ് ഗുപ്ത, ഹവിൽദാർ സുരീന്ദർ സിംഗ് എന്ന് പറയുന്ന 2 മിടുക്കന്മാരായ ഇന്ത്യൻ ആർമി ഓഫീസേഴ്സാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ലോഗോ രൂപകൽപ്പന ചെയ്തത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ത്യയുടെ ആർമി ഡേ എന്ന് പറയുന്നത് ജാനുവരി 15 ഇന്ത്യയുടെ നേവി ഡേ എന്ന് പറയുന്നത് ഡിസംബർ 4 ഇന്ത്യയുടെ എയർഫോഴ്സ് ഡേ ഒക്ടോബർ 8 എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മളുടെ ഡിഫൻസ് മിനിസ്റ്റർ ആരാണ് എന്നൊരു ചോദ്യമുണ്ടെങ്കിൽ നമുക്കറിയാം ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എല്ലാം നമുക്ക് എക്സാമുകൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ എന്ന് പറയുന്നത് രാജ്നാഥ് സിംഗ് ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്പോയിൻമെൻറ്റിൻ്റെ കറണ്ട് അഫെയർ ആണ്. നമ്മളുടെ DRDO ചെയർമാൻ സമീർ വി കാമത്തിൻ്റെ ടെന്യൂർ 1 വർഷം കൂടി ഇന്ത്യ ഗവൺമെൻറ് നീട്ടിക്കൊടുത്തു എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ, DRDOയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ആണ്. എക്സാമിനേഷന് അത് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ മിസൈൽ മാൻ ആരാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അത് നമ്മളുടെ ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. എന്നാൽ ഇന്ത്യയുടെ മിസൈൽ വിമൺ ആരാണ് എന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. അത് DRDOയുടെ മുൻ സയൻറ്റിസ്റ്റ് ആയിരുന്ന നമ്മളുടെ മലയാളിയായ ടെസി തോമസ് ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയുടെ മൊബൈൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയർ ആണ്. 9ാമത്തെ മൊബൈൽ കോൺഗ്രസ് ആണ് ഇന്ത്യയുടെ നടന്നത്. ഇതിൻ്റെ വേദി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ക്യാപിറ്റലായ ന്യൂഡൽഹിയിൽ വെച്ചായിരുന്നു. ഇതിന് നമ്മൾ നൽകിയ തീം എന്ന് പറയുന്നത് ഇന്നോവേറ്റ് ടു
ട്രാൻസ്ഫോം എന്നുള്ളതാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഈ തീം അനാച്ഛാദനം ചെയ്തിരിക്കുന്നത് ഇന്ത്യയുടെ ക്യാബിനറ്റ് മിനിസ്റ്ററായ ജ്യോതിരാദിത്യ സിന്ധ്യയാണ്. നമ്മൾ എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പ് എല്ലാ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെയും പഠിച്ചിട്ട് വേണം നമ്മൾ എക്സാം ഹാളിൽ കയറാനായിട്ട്. സോ ജ്യോതിരാദിത്യ സിന്ധ്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ കമ്മ്യൂണിക്കേഷൻ മിനിസ്റ്ററാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ലിവർപൂളിൻ്റെ ആദ്യ ഇൻ്റർനാഷണൽ ക്യാമ്പസ് സ്ഥാപിതമാകുന്നത് കർണാടകയുടെ ക്യാപിറ്റലായ ബംഗളൂരുവിലാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം സിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, സിറ്റി ഓഫ് സ്കൈ സ്ക്രാപ്പേഴ്സ് എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മളുടെ ബംഗളൂരു ആണ്. ISROയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നതും നമ്മളുടെ ബംഗളൂരുവിൽ തന്നെയാണ്. കർണാടകയുടെ ക്യാപിറ്റലാണ് ബംഗളൂരു എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോഫി പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് കർണാടകയാണ്. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടീ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആസാമാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതുപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൺഫ്ലവർ, സാൻഡൽ ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നതും കർണാടകയിൽ തന്നെയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ഷിപ്പിനെ കുറിച്ചാണ്. INSV കൗഡന്യ. അജന്ത ഗുഹകളിൽ ചിത്രീകരിക്കുന്ന 5ാം നൂറ്റാണ്ടിലെ കപ്പലിനെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച കപ്പലാണ് INSV കൗഡിന്യ. നമുക്കറിയാം ഇന്ത്യയിൽ അജന്ത എല്ലോറ കേവ്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് എക്സാമുകൾക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു പാറ്റേൺ ആണ്. മഹാരാഷ്ട്രയിലാണ് അജന്ത എല്ലോറ കേവ്സ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതുപോലെ തന്നെ നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇറക്കിയ നോട്ടുകളിൽ എല്ലോറ കേവ്സ് ഏത് നോട്ടിലാണ് എന്നും നമ്മളോട് എക്സാമിനേഷന് ചോദിക്കാറുണ്ട്. 20 രൂപ നോട്ടിലാണ് നമ്മൾ ഈ എല്ലോറ കേവ്സിനെ കാണുന്നത്. 10 രൂപ നോട്ടിൽ നമ്മൾ കാണുന്നത് നമ്മളുടെ ഒഡീസയിലെ കൊണാർക്ക് സൺ ടെമ്പിളാണ്. 50 രൂപ നോട്ടിൽ കാണുന്നത് ഹംപി വിത്ത് ചാരിയറ്റാണ്. കർണാടകയിലെ ഹംപി ക്ഷേത്രമാണ് 50 രൂപ നോട്ടിൽ കാണുന്നത്. 100 രൂപ നോട്ടിൽ കാണുന്നത് ഗുജറാത്തിലെ റാണി കി വാവും. 200 രൂപ നോട്ടിൽ കാണുന്നത് മധ്യപ്രദേശിലെ സാഞ്ചി സ്തൂപും. 500 രൂപ നോട്ടിൽ ഡൽഹിയിലെ റെഡ് ഫോർട്ടുമാണ് കാണുന്നത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ബാങ്കിങ് കറണ്ട് അഫെയർ ആണ്. ബാങ്ക് ഓഫ് ബറോഡ. ബാങ്ക് ഓഫ് ബറോഡയുടെ ആദ്യ ഫിജിറ്റൽ ശാഖ ബംഗാളിന്റെ ക്യാപിറ്റലായ സിറ്റി ഓഫ് ജോയ് എന്നറിയപ്പെടുന്ന കൊൽക്കത്തയിൽ ആരംഭിച്ചു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ഫിജിറ്റൽ ശാഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലിയും ഡിജിറ്റലിയും കമ്പൈൻ ചെയ്യുന്ന ശാഖകളെയാണ് നമ്മൾ ഫിജിറ്റൽ ശാഖ എന്ന് പറയുന്നത്. നമുക്കറിയാം 1908 ബാങ്ക് ഓഫ് ബറോഡ നിലവിൽ വരുന്നത്. ഗുജറാത്തിലെ വഡോദരയിലാണ് ബാങ്ക് ഓഫ് ബറോഡയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. 2019 ബാങ്ക് ഓഫ് ബറോഡയിലേക്ക് 2 ബാങ്കുകൾ മെർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിജയ ബാങ്കും ദേന ബാങ്കുമാണ് ബാങ്ക് ഓഫ് ബറോഡയിൽ മെർജ് ചെയ്യുന്നത്. ബാങ്ക് ഓഫ് ബറോഡയുടെ ഗ്ലോബൽ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അങ്കിതയെക്കുറിച്ചാണ്. നമ്മളിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യുഗത്തിലാണ്, AI യുഗത്തിലാണ്. ഇന്ത്യയിലെ ആസാം എന്ന് പറയുന്ന സ്റ്റേറ്റ് അങ്കിത എന്ന് പറയുന്ന AI ആങ്കറിനെ അവതരിപ്പിച്ചു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ആസാമിലെ മന്ത്രിസഭാ തീരുമാനങ്ങൾ ഇനി അങ്കിത വഴിയാണ് പുറം ലോകം അറിയുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. നമുക്കറിയാം ആസാമിൻ്റെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് ഹിമന്ത് ബിശ്വ ശർമ്മയാണ്. ആസാമിൻ്റെ ക്യാപിറ്റൽ ഡിസ്മൂർ ആണ്. ആസാമിൻ്റെ ഗവർണർ എന്ന് പറയുന്നത് ലക്ഷ്മൺ ആചാര്യാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഓർഗനൈസേഷനെ കുറിച്ചാണ്. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മീഡിയേഷൻ, IOMED. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മീഡിയേഷൻ പുതിയതായിട്ട് രൂപീകരിച്ച ഒരു ഓർഗനൈസേഷനാണ്. ഇതിൻ്റെ പിന്നിൽ ചൈനയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതായത് ഇൻ്റർനാഷണലി ഉള്ള ഡിസ്പ്യൂട്ടുകൾ, രാജ്യങ്ങൾ തമ്മിലുള്ള ഡിസ്പ്യൂട്ടുകൾ രമ്യതയിൽ പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ IOMED, അതായത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മീഡിയേഷൻ, ചൈന രൂപീകരിച്ചത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഹോങ്കോങ്ങിലാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡിഗോ എയർലൈൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. ഇൻഡിഗോയുടെ ചെയർമാനായിട്ട് വിക്രം സിംഗ് മേത്തയെ അപ്പോയിന്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ഇൻഡിഗോ എയർലൈൻസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ഗുരുഗ്രാമിലാണ്. ഗുരുഗ്രാം ഇന്ത്യയിൽ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുരുഗ്രാം ഇന്ത്യയിലെ ഹരിയാന എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കിലാവയെ കുറിച്ചാണ്. നമുക്കറിയാം ഈ അടുത്ത് സ്ഫോടനം സംഭവിച്ച ഹവായ് ഐലൻഡിൽ സ്ഥിതി ചെയ്യുന്ന അഗ്നിപർവ്വതത്തിൻ്റെ പേരാണ് ഈ കിലാവ എന്ന് പറയുന്നത്. എക്സാമിന് പല രീതിയിൽ നമ്മളോട് ചോദിക്കാം കിലാവ അഗ്നിപർവ്വതം
എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ഏത് ഐലൻഡിലാണ് എന്ന് ചോദിച്ചാൽ അത് ഹവായി ഐലൻഡാണ്. ഏത് രാജ്യത്താണ് എന്ന് ചോദിച്ചാൽ ഹവായി ഐലൻഡ് അമേരിക്കയുടെയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. അതുപോലെ തന്നെ നമ്മളുടെ ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതം ഏതാണ് എന്ന് ചോദിക്കും. നമ്മളുടെ അണ്ടമാൻ നിക്കോബാർ ഐലൻഡ്സ് എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറിയിലെ ബാരൻ ഐലൻഡിലാണ് ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൊമാനിയയുടെ പ്രസിഡന്റായിട്ട് നിക്കുസർ ഡാനെ അപ്പോയിന്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം റൊമാനിയയുടെ കറൻസി എന്ന് പറയുന്നത് റൊമാനിയൻ ലിയു ആണ്. റൊമാനിയയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബുക്കറസ്റ്റ് ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിജിപിന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. കൃത്യമായ വിലാസ മാപ്പിങ്ങിനായി ഇന്ത്യ ഗവൺമെന്റ് പുറത്തിറക്കിയ സംവിധാനത്തിന് നമ്മൾ നൽകിയ പേരാണ് ഡിജിപിൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾക്ക് എപ്രകാരമാണോ ആധാർ ഉള്ളത്, അതായത് ഓരോ ആളുകളെയും ഐഡന്റിഫൈ ചെയ്യാൻ ഏറ്റവും ഉപയോഗപ്രദമായ ഒന്നാണ് ഈ ആധാർ എന്ന് പറയുന്നത്, അതുപോലെ കൃത്യമായിട്ട് ഓരോ സ്ഥലങ്ങളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന ഒന്നാണ് ഈ ഡിജിപിൻ എന്ന് പറയുന്നത്. നമ്മൾക്ക് എക്സാമ്പിൾക്ക് ഇതിന്റെ ഫുൾ ഫോം ചോദിക്കും. സോ ഡിജിപിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റാറ്റിക് ജിക്കെയും കറണ്ട് അഫെയറും കൂടി കമ്പൈൻ ചെയ്യുന്ന വരുന്ന ഒരു വാർത്തയാണ്. ഏറ്റവും കൂടുതൽ തവണ മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി എന്ന് പറയുന്ന ഖ്യാതി കാമി റീത്തയ്ക്കാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് 31ാമത്തെ തവണയാണ് കാമി റീത്ത മൗണ്ട് എവറസ്റ്റ് കീഴടക്കുന്നത്. സ്വന്തം റെക്കോർഡ് ഒന്നുകൂടി തിരുത്തിക്കൊണ്ടാണ് കാമി റീത്ത 31ാം തവണ മൗണ്ട് എവറസ്റ്റ് കീഴടക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. അതുപോലെ തന്നെ നമ്മളുടെ കാമി റീത്ത ഏത് രാജ്യക്കാരനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേപ്പാളുകാരനാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമുക്കറിയാം ആദ്യമായി മൗണ്ട് എവറസ്റ്റ് കീഴടക്കുന്നത് ടെൻസിൻ ഹിലാരിയാണ്. ഈ ടെൻസിൻ ഹിലാരി എന്ന് പറയുന്നത് 2 വ്യക്തികളാണ്. അതായത് ഇവരിൽ ആരാണ് ആദ്യമായി മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയത് എന്നുള്ള കാര്യം അവർ പുറത്തു വിട്ടിട്ടില്ല. നമുക്കറിയാം ടെൻസിൻ ഹിലാരിയിലെ ടെൻസിൻ എന്ന് പറയുന്നത് നേപ്പാളുകാരനാണ്, ഹിലാരി ന്യൂസിലാൻഡുകാരനാണ് എന്നുള്ള കാര്യം തന്നെ ഓർത്തുകൊള്ളുക. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായി മൗണ്ട് എവറസ്റ്റ് കീഴടക്കുന്നത് അവതാർ സിംഗ് ചീമയാണ്. ഇനി ഇന്ത്യൻ മൗണ്ട് എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യത്തെ വനിത ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ ബചേന്ദ്രി പാലാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ലോകത്തിൽ ആദ്യമായി മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ വനിത ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജപ്പാൻകാരിയായ ജുങ്കോ താബയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇനി ലോകത്തിൽ ആദ്യമായി 2 തവണ മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ വനിത ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സന്തോഷ് യാദവാണ്. സന്തോഷ് യാദവ് ഒരു ഇന്ത്യക്കാരിയാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ ആദ്യമായി 2 തവണ മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ വനിത ആരാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും സന്തോഷ് യാദവ് തന്നെയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇനി മൗണ്ട് എവറസ്റ്റ് നേപ്പാളിലാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് ഏതാണ് എന്നാണ് ചോദ്യമെങ്കിൽ അതിൻ്റെ ഉത്തരം ഗോഡ്വിൻ ഓസ്റ്റിൻ അല്ലെങ്കിൽ മൗണ്ട് K2 ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. രണ്ടും ഒരു പീക്ക് തന്നെയാണ്. അതിൻ്റെ 2 പേരുകളാണ് ഈ മൗണ്ട് K2 അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നുള്ളത്. ഇനി ചോദ്യം ഒൺലി ഇൻ ഇന്ത്യ എന്നാണ് എന്ന് വിചാരിക്കുക. അതായത് ഈ മൗണ്ട് K2 പാക് ഒക്കുപൈഡ് കാശ്മീരിലും കൂടി ഉള്ളത് കൊണ്ട് നമുക്ക് പൂർണ്ണമായും ഇന്ത്യയിലാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല. ചോദ്യം ഇങ്ങനെയാണ് എന്ന് വിചാരിക്കുക. അതായത് പൂർണ്ണമായും ഇന്ത്യയിലുള്ള ഏറ്റവും ഹയസ്റ്റ് പീക്ക് ഏതാണ്, അല്ലെങ്കിൽ ഒൺലി ഇൻ ഇന്ത്യ എന്നൊക്കെ എക്സാമിനേഷന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാഞ്ചൻഗംഗയാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അവസാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ആപ്പാണ്, മഹാവിസ്താർ ആപ്പ്. മഹാരാഷ്ട്രയാണ് ഈ മഹാവിസ്താർ ആപ്പ് പുറത്തിറക്കുന്നത്. മഹാരാഷ്ട്രയിലെ ഖാരിഫ് കർഷകരെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ മഹാവിസ്താർ ആപ്പ് മഹാരാഷ്ട്ര ഗവൺമെൻറ് പുറത്തിറക്കിയത് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. നമുക്കറിയാം മഹാരാഷ്ട്രയുടെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് ദേവേന്ദ്ര ഫട്നാവിസ് ആണ്. BJP ആണ് മഹാരാഷ്ട്ര ഭരിക്കുന്നത്. മഹാരാഷ്ട്ര ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന മുംബൈ ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. ഇതോടുകൂടി എഡുകാരൻ്റെ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് സെഷൻ അവസാനിക്കുന്നു. താങ്ക് യു.